ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, അനുഗ്രഹീതരായിരിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മനസ്സിനെ എങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അതായത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് അപേക്ഷിക്കുകയല്ല വേണ്ടത്, ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്ന്. അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാനും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രാർത്ഥനയ്ക്കായി നാം തിരഞ്ഞെടുക്കുന്ന വാക്കുകളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നെഗറ്റീവ് വേർഡുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് കടമുണ്ടെന്നിരിക്കട്ടെ. സ്വാഭാവികമായും നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക? ദൈവമേ, എൻ്റെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർത്തു തരണേ. ഈ രീതിയിലൊക്കെയാവും നാം പ്രാർത്ഥിക്കുക, അല്ലേ? ഇതിലെ കടം എന്ന ആ വാക്ക് അത് തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. ഇതേ ആവശ്യത്തിനായിട്ട് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പ്രാർത്ഥിക്കാം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? അതായത്, ദൈവമേ, എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പണം ഞാൻ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ എല്ലാ വഴികളിലൂടെയും എനിക്ക് ലഭ്യമാക്കി തരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ ആവശ്യത്തിനുള്ള മതിയായ പണം കിട്ടിയാലും നമുക്ക് കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാമല്ലോ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് വേർഡുകളൊന്നും തന്നെ ഇല്ല. തികച്ചും പോസിറ്റീവായിട്ടാണ് നാം പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരേ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് നാം 2 പ്രാർത്ഥനകളും നടത്തിയത് ഇവിടെ. അതുപോലെ തന്നെ ആവശ്യങ്ങൾ പ്രാർത്ഥനകളായി ദൈവത്തിന് മുന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി അവിടെ ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം നാം ചെയ്യേണ്ടത്, ആ ഒരു ആവശ്യം നമുക്ക് നിവർത്തിച്ച് കിട്ടിയാൽ നമുക്ക് എന്തുമാത്രം സന്തോഷവും അനുഭവപ്പെടുമോ അത്രയും സന്തോഷത്തോടെ, ആ ഒരു ഫീലോടെ ഇങ്ങനെ പറയുക: ഞാൻ ആവശ്യപ്പെട്ട പണം എനിക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി എന്നും കൂടി പറയണം. എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പണം വേണമെന്ന് പറയുന്ന സമയത്ത് അത് എത്രയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് കൂടി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അതായത്, ദൈവമേ, എനിക്ക് എൻ്റെ ആ ആവശ്യത്തിനുള്ള പണം 2 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എനിക്ക് ലഭ്യമാക്കി തരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. അതിനുശേഷം എന്താണ് പറയേണ്ടത്? ദൈവമേ, എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട ആ 2 ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. അത് അത്രയും സന്തോഷത്തോടെ, അത്രയും ഫീലോടുകൂടി വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്? നെഗറ്റീവ് വേർഡുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അതുപോലെ തന്നെ നാശം, ദോഷം, ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും നാം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താനേ പാടില്ല. എന്താണ് അതിൻ്റെ റിസൾട്ട്? ഞാൻ പറഞ്ഞു നേരത്തെ, പ്രാർത്ഥനകളെല്ലാം നാം പ്രപഞ്ചത്തിലേക്കാണ് കൊടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രപഞ്ചനാഥനായിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. നാം ഈ പ്രപഞ്ചത്തിലേക്ക് എന്ത് കൊടുക്കുന്നുവോ അതുതന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പം നാം മറ്റൊരാളുടെ ശത്രുതയുടെ പേരിൽ മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ട് പ്രാർത്ഥിച്ചാൽ എന്താണ് റിസൾട്ട്? ആ ദോഷം നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുക. അതായത്, നമ്മളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത് ഏത് തരത്തിലുള്ള എനർജിയാണോ അത് തിരിച്ച് ഒരു ബൂമറാങ് പോലെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക. അതേസമയം നാം മറ്റുള്ളവർക്ക് ഗുണം വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗുണം തിരിച്ചും നമുക്കും കൂടി ലഭ്യമാവുന്നതാണ്. നാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ അതേ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് തന്നെ തിരിച്ച് വന്നു ചേരും, നമുക്ക് കിട്ടും. തിരിച്ച് നെഗറ്റീവ് വാക്കുകളാണ് നമ്മളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് നൽകപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്നതെങ്കിൽ, നമ്മളിൽ നിന്നും പോകുന്നതെങ്കിൽ, നമുക്ക് തിരിച്ചും അതേ നെഗറ്റിവിറ്റി തന്നെയാവും വന്നു ചേരുക. അപ്പോൾ നാം എപ്പോഴും നമ്മുടെ ആ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട്
നിറയ്ക്കുക. അപ്പോൾ ക്രമേണ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക്, ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് സെറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തരം പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.